റിപ്പോർട്ടർ ബ്രേക്കിംഗ് അന്തിക്കാട്ടെ കവർച്ചയിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. കയ്പമംഗലം സ്വദേശി CB ശർമ്മയാണ് പിടിയിലായത്. മറ്റു പ്രതികളെയും തിരിച്ചറിഞ്ഞു. ഡോളർ വാങ്ങാൻ പട്ടാമ്പി സംഘം ബന്ധപ്പെട്ടത് UAE മലയാളിയാണ്. അയാളാണ് രഞ്ജിത്തിലേക്ക് ഇവരെ എത്തിച്ചത്. പട്ടാമ്പി സംഘത്തിലെ മജീദാണ് ഇടനിലക്കാരൻ. പട്ടാമ്പി സംഘം ബന്ധപ്പെട്ടതിന് പിന്നാലെ ആസൂത്രണം ചെയ്തത് ഷിജിലും ശർമ്മയും രഞ്ജിത്തും ചേർന്നാണ് എന്ന് പോലീസ്. ശർമ്മയെ വിശദമായി ചോദ്യം ചെയ്യും. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, ഇന്നലെ തന്നെ ഈ വാർത്ത വളരെ കൗതുകമുള്ളൊരു വാർത്ത കൂടിയായിരുന്നു. കാരണം ഇന്നലെയും ജേസനോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് ഒരു സിനിമാ സ്റ്റൈലാണല്ലോ എന്നുള്ളതാണ്. പക്ഷെ തിരക്കഥ പൂർണ്ണമായും വെളിപ്പെട്ടിരിക്കുന്നു അല്ലേ? മാധു, തീർച്ചയായും തിരക്കഥ പൂർണ്ണമായും വെളിപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഏതാണ്ട് 50% കടന്നിട്ടുണ്ട്. വലിയ സത്യത്തിൽ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. അതൊരു സിനിമാ സ്റ്റൈലിലുള്ള ആക്രമണമായിരുന്നു. 16.5 ലക്ഷം രൂപ ഡോളറാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ പട്ടാമ്പിയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നത്. എന്നാൽ അവർ സ്വാഭാവികമായും ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെ അടുത്തേക്കാണ് എത്തുന്നതെന്ന വിവരം പോലും അവർക്കുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഇവർ അവിടെ എത്തുകയും പെട്ടെന്ന് തന്നെ ഇവരെ ആക്രമിച്ച് പെപ്പർ സ്പ്രേ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ആക്രമിച്ച് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച ശേഷമാണ് 16 ലക്ഷം രൂപ തട്ടിയെടുത്ത്. ഇതിലാണ് ഇപ്പോൾ 11 പ്രതികളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെയാണ് ഇപ്പോൾ കയ്പമംഗലം സ്വദേശി CB ശർമ്മയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ രഞ്ജിത്തും അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്വദേശി ഷിജിലും പിന്നെ ഈ 3 പേർ ചേർന്നാണ് പ്രധാനമായും ആസൂത്രണം ചെയ്തത്. ഇനി പണം കണ്ടെടുക്കേണ്ടതുണ്ട്. മറ്റു പ്രതികൾ ഉടൻ വലയിലാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 11 പ്രതികളെയും ഏകദേശ ധാരണ പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന തുടരുകയാണ്. വൈകാതെ തന്നെ മുഴുവൻ പ്രതികളും പിടിയിലാകും. അതോടൊപ്പം തന്നെ പണം തിരിച്ചെടുക്കാനുള്ള കഴിയും. അതേസമയം ഈ തട്ടിപ്പ് സംഘം, അതായത് ആക്രമിച്ച് കീഴടക്കിയ സംഘം കൂടുതൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി പണം തട്ടിയിട്ടുണ്ടെന്നുള്ള അന്വേഷണവും പോലീസ് സമാന്തരമായി ആരംഭിച്ചിട്ടുണ്ട്. മധു, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്യാറിൽ നടന്ന പണം തട്ടിപ്പ് 16 ലക്ഷം രൂപയാണ് കൊണ്ടുവന്നത്. അവരെ പിടിച്ചു നിർത്തി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി 16 ലക്ഷം രൂപ കവർന്നു എന്നുള്ളതാണ് കേസ്.